ഓ ഗോഡ്, ഇന്നെങ്കിലും വർക്ക് തീരും. മനുഷ്യന് ഭ്രാന്ത് കേറുന്നുണ്ട്. ആർക്കും ഈ നേരത്ത്. ഹലോ ഇച്ചായ. എന്താണ്? എന്താ ചായ? ഇച്ചായനോട് പിണക്കാണ് ഒരു ഗൗരവ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ലേ. നമ്മളാര്? എന്താ ചായ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? ഓ, ഞാൻ പറയണതാണ് പ്രശ്നം. നീ കാട്ടിക്കൂട്ടണൊന്നും അല്ലല്ലോ അല്ലേ? നീ പോയിട്ട് എത്ര ദിവസമായി? എന്നാ ഇങ്ങോട്ട് ഇനി? ഇച്ചായ എനിക്ക് ആഗ്രഹമില്ലായിട്ടില്ലല്ലോ. പപ്പയും മമ്മി വിടണ്ടെന്നെ. ഈ അവിടെ പപ്പേനെയും മമ്മീനെയും കെട്ടിപ്പിടിച്ചിരുന്നു. ഈ എന്നെ വിളിക്കാക്കല്ല. അങ്ങനൊന്നും പറയല്ലേ ഇച്ചായ. 2 ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ട് എത്തും. ആ, അങ്ങനെ നിനക്കുള്ള ഇച്ചായ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആടി പെണ്ണെ, ചോദിക്ക്. എന്താണ് എനിക്കറിയണ്ടേ? ഇത്ര ദിവസമായിട്ട് ഇച്ചായൻ എന്നെ നല്ലോണം മിസ് ചെയ്ത. എന്ത് വർത്താനാടി? എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കിസ് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. എന്നാ പിന്നെ നോക്കി നിക്കണ്ട് അതങ്ങ് തന്നൂടെ? Yeah, it's me. എന്താണോ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? ഇച്ചയ വന്ന് ഹക്കിയിടോ. ഹലോ മിസ്റ്റർ ആദം. അല്ല, ഇതാര്? എപ്പോഴേന്നല്ല ഇങ്ങോട്ട്? എന്താണാ പോയി വന്നതിന്റെ ആഗമന ഉദ്ദേശം? അതെന്താണോ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? കാര്യണ്ടല്ലോ, നീ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ നിന്ന് ബോറടിച്ചു. എന്തിനാണ് ഇപ്പൊ തന്നെ കിട്ടിയത്? എന്താണ് തന്റെ വർത്താനം ഇങ്ങനെ? ഞാൻ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ലടി, ഇഷ്ടപ്പെട്ടില്ലടി. എങ്ങനെ ഇഷ്ടപ്പെടും? ഇത്ര ദിവസം നല്ല മനസ്സമാധാനം. ഇപ്പൊ അതും പോയി കിട്ടി. അപ്പൊ താൻ പറഞ്ഞു വരുന്നത് ഞാൻ തനിക്കൊരു മനസ്സമാധാനക്കേടാണെന്ന് അല്ലേ? അതേടി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്ത് എനിക്ക് പിടിച്ചില്ല. ഡോ മിസ്റ്റർ എടി പോടി, അതൊക്കെ നിങ്ങൾ മറ്റുള്ള പെണ്ണുങ്ങളെ വിളിച്ച് എന്നെ വിളിക്കാൻ നിൽക്കണല്ലോ. മോന്ത്ര ഷേപ്പ് മാറ്റും ഞാൻ. ഓഹോ, അത്രക്കായോ? നീ എന്നെ പോടി. എടി 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 എന്തേടി? എന്തിനും ചെയ്യാൻ പറ്റൂടി? പറയടി. അനക്ക് കുറച്ച് തൊള്ള കൂടുതലുണ്ട്. അത് എഴുതിയാൻ മുട്ടുന്നു. ഇന്നെങ്ങനെ കളിയാക്കുന്നുണ്ട്. ഓരോ വെറുപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്ന് ഞാൻ കൂട്ടിയെനിക്ക് തരും. ചോർത്തിരുന്നു. എന്താണ് ഇവിടെ കുറച്ച് നേരം? എന്താണ് പ്രശ്നം? നീ വന്നിട്ടുണ്ടായിരുന്ന കൂടെ. ഐ മിസ് യു സോ മച്ച്. ഐ മിസ് യു ടു. എന്റെ പൊന്നിത് എപ്പോഴാണോ മനസ്സിലായി? നീ ഒരു അങ്ങനെ പൊട്ടത്തേടി. ആദമേ, എന്തിനാണ് അവൾക്ക് ഇത്ര ദേഷ്യം? എന്താ പ്രശ്നം? ഞാൻ വരുന്നതിന് മുന്നേ നിങ്ങൾ എന്തിനാ വെറുതെ തല്ലോടിയത്? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ചോദിച്ചോക്ക്, ഞാൻ എന്ത് ചെയ്തോ? ഞാൻ സത്യം മാത്രല്ലേ പറഞ്ഞത്. ഒരു ലേശം ഉളുപ്പുണ്ടോ ഈ പന്നിക്ക്? ഞാൻ എന്തൊക്കെ പറഞ്ഞു? ഞാൻ ശല്യാണ് അത്ര. എനിക്ക് ശല്യം. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക. ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ഹലോ മിസ്റ്റർ, ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അവിടുന്ന് ഇതുവരെ ഫ്ലൈറ്റ് കയറി വന്നതിന്റെ കാരണം പറയണ്ടേ? ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കളോട് പറയാനാണ്. ഇതുവരെ കഷ്ടപ്പെട്ട് വന്നല്ലേ പറ. പറയാണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഓക്കെ, ലെറ്റ്സ് ബ്രേക്കപ്പ്. അല്ല, ഞാനൊന്നും അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കർത്താവേ, അതിന് ഞാനൊന്നും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി നീ കൂടുതലൊന്നും പണയണ്ട. എടി ബേബി, നീ എന്താണ് ഇങ്ങനൊക്കെ പറയണത്? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അങ്ങനൊന്നും പറഞ്ഞൂടാ. അങ്ങനെയൊക്കെ പറയാം, കേട്ടല്ലോ. ഇനി താനെന്റെ പിന്നാലെ വന്ന തന്റെ 2 കണ്ണും കയ്യും കാലും ഒക്കെ ഞാൻ പിടിച്ചത് കേട്ടിട്ട് കണ്ണിയാ കുത്തിപ്പൊട്ടി കൂടാ. സാമദ്രോഹി, പട്ടി തെണ്ടി ചെത്തി. എന്റെ ബേബിയല്ലേ, എന്താ ഇങ്ങനൊക്കെ പറഞ്ഞ? മുത്തല്ലേ, എന്താടാ? ഇനി
താൻ കൂടുതലൊന്നും പറയാൻ നിൽക്കണേ. വാട്ടിസ വാ ഡാമോനെ ആദമേ, ഇതാണ് വടി കൊടുത്ത് അടി വാങ്ങാന്ന് പറയാം, മനസ്സിലായില്ലേ? ഇത് കിട്ടാനുള്ളൊക്കെ മേടിച്ചിട്ട് പോരട്ടാ, ഞാൻ പോയി. ബൈ. നീ പേടിക്കണ്ട മോളെ, നിന്റെ കൂടെ എന്തിനു കട്ടിന് സപ്പോർട്ട് ഞാൻ. നമുക്ക് അവനെ കൊല്ലണം. സെറ്റ്. Oh, twinkle, twinkle, little star, how I wonder what you are, how I wonder what you are. Oh, twinkle, twinkle, little star, how I wonder what you are, how I wonder what you are. ഇച്ചായൊന്ന് എഴുന്നേറ്റ്, ഇത് എന്ത് ഉറക്കാണ്? എഴുന്നേക്ക്. എന്താണ് മേരി കൊച്ചേ, ഞാനൊന്ന് ഉറങ്ങട്ടേടി. മതി ഉറങ്ങിയത്. സമയം എത്രയായി? 4 മണിയായി. മതി ഉറങ്ങി. എണീറ്റാ എന്തുറക്കം. ഞാൻ എണീറ്റില്ലാന്ന് വേണ്ട. ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ, നീ എണീറ്റ് ഫ്രഷ് ആയിട്ട് താത്ത ചാണ്ടേക്കാം. ഓക്കെ, നീച്ചല്ല, ഞാൻ താത്തോട്ട് വരാം. ഇച്ചാ ഞാൻ ഒരു കാര്യം പറയട്ടെ. അവിടെ തേമോള് കുറച്ചു കാലമായിട്ട് നമ്മളിൽ നിന്ന് എന്തോ ഒളിപ്പിക്കുന്ന പോലെ തോന്നുന്നു. അത് നീ പറഞ്ഞ ശരി. എന്തോ ഒരു കള്ളത്തരം നമ്മളിൽ നിന്ന് മറച്ചിരിക്കുന്നത് നമ്മുടെ ഡേവിഡിനും അറിയാതെ, അതൊക്കെ മനസ്സിലാക്കാം. അതെ, അവനക്കും അറിയാം. എന്തായാലും എന്തോ ഉണ്ട്. ചിലപ്പോൾ റിലേഷനും വല്ലതും ആയി കാണോ ചെയ്യാ? നീ പറഞ്ഞ ശരി. അതിനൊരു ചാൻസ് ഇല്ലാതില്ല. എന്തായാലും നമുക്ക് അന്വേഷിക്കാം. നമ്മുടെ കൊച്ചായിപ്പോയല്ലേ, അവനെന്താ ചെയ്യുന്നൊക്കെ അറിയണല്ലോ. അതെ ചെയ്യാ, ഒന്ന് അന്വേഷിക്ക്. പിന്നെ റിലേഷൻ ആണെങ്കിൽ സന്തോഷേ ഉള്ളൂ. ബെസ്റ്റ്. നല്ല അമ്മേട്ട ജി. അത് പിന്നെ എത്ര വെച്ചിട്ടാ, ഞാനൊരു അമ്മയല്ലേ, അവളുടെ സന്തോഷല്ലേ എന്റെ സന്തോഷം. നല്ല റിലേഷൻ ആയാൽ മതിയായിരുന്നു. അതിലെന്തായാലും എനിക്ക് പേടില്ല. എന്തായാലും അവിടെ നല്ലത് തിരഞ്ഞെടുക്കുള്ളൂ എന്ന് എനിക്കറിയാം. അല്ല, നീ ഇത് കുറെ നേരമല്ലോ ഫോൺ നോക്കിയിരിക്കണം. എന്താണ് ഇതിൽ മാത്രം കാണുന്നത്? അതോ ഞാൻ FF ആണായിരുന്നു ഇച്ചായ. FF? അതെന്ത് സാധനം? ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്താ സംഭവം? എന്താണ് നിങ്ങളെ മനസ്സിലായില്ല. അതിൽ FF ഇല്ലേ, ഫാൻ ഫിക്ഷൻ, അതാണ്. ഓ, ആ FF. ഇപ്പൊ മനസ്സിലായി. അല്ല, എന്നിട്ട് നീ ഏത് ചാനലിലാണ് FF ഇരുന്ന് കാണുന്നത്? ഞാൻ ഈ വണ്ടർ BTS ആർമില്ലേ, അത് അവളുടെ ചാനലിൽ ഇരുന്ന് കാണായിരുന്നു. ഓ, എന്നിട്ട് എന്താ കണ്ടിട്ട് മതിയായില്ലേ? എന്താണ് ഇപ്പൊ ഇതിന് മാത്രം അതിൽ കാണാനുള്ളത്? ഒന്നും പറയണ്ട എന്റെ ഇച്ചായ. ഈ എഡിറ്റർ കൊച്ചിനില്ല, ഒരു മരപ്പൂതാണ്. എന്താണെന്നറിയോ, FF ഇടാന്ന് പറഞ്ഞിട്ട് എന്ന് പോയതെന്നറിയോ, ഇതുവരെ അവളെ കണ്ടിട്ടില്ല. അവളെന്താ വേണ്ടി? അവളെ തലടിച്ച് പൊട്ടിക്കണ്ട ഇച്ചായ. വേണം, പൊട്ടിക്കണം. ഹായ്, ഹലോ. ഇതെവിടുന്ന് വന്ന്? നീ ഏതാട്ടി കുരിപ്പേ? ഞാന് ഇപ്പൊ നീ എന്നെ വിളിച്ചില്ലേ? നീ വിളിച്ചോണ്ടാ ഞാൻ വന്നേ. ഞാൻ എപ്പം നിന്നെ വിളിച്ച്? നിനക്കത്ത വട്ടായ പെണ്ണെ. അത് പിന്നെ ആനിക്കൊച്ചേ, നീ നേരത്തെ വിളിച്ചില്ലേ ഒരു മരഭൂതം? ആ മരഭൂതമാണ് ഞാൻ. ഓഹോ, നീ വന്നോ? നിന്നൊന്ന് കാണാച്ചിട്ട് ഇരിക്കാൻ പറയും. എനിക്ക് ഇച്ചിരി ഉളുപ്പുണ്ടോടി. നീ എന്ന് പോയതാടി വീഡിയോ ഇടാ പറഞ്ഞിട്ട്? എന്റെ ആനിക്കൊച്ചേ, കുറച്ച് വെള്ളം കുടിക്കുക. എനിക്ക് ശ്വാസം മുട്ടി ചത്തുപോടി വേണ്ട. ഇങ്ങനെ ഒറ്റടിക്ക് പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ സഹിച്ച്. ഇനി നോക്കിക്കോ, ഇനി ഇടുന്ന ഒരു വീഡിയോസിന് ഞാൻ നിനക്ക് ലൈക്ക് ഇട്ടതില്ലേടി. നോക്കിക്കോ മോളെ. അയ്യോ മോളെ, അങ്ങനെ പറയല്ലേ, ചതിക്കരുത്. നിങ്ങളൊക്കെ ലൈക്കണം. ഇനി ശരിക്കും പോലെ വീഡിയോസ് ഇടാണെങ്കിൽ ആലേക്ക് കിട്ടാം. ആനിക്കൊച്ചേ, നിങ്ങളിനെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കണേ. ഫുള്ള് തിരക്കാണ് ഗായ്സ്. ഫുള്ള് തിരക്ക്. സോ ഞാൻ പരമാവധി പെട്ടെന്ന് ഇടാൻ ഞാൻ നോക്കാം. ഓക്കെ, അങ്ങനെ ആയ നിനക്കൊള്ളാം. ഞാൻ ഈ തവണ കൂടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി വീഡിയോസ് ഇട്ടില്ലെങ്കിൽ എൻ്റെ മൂക്കാമണ്ട അടിച്ചു പൊട്ടിക്കും ഞാൻ. അയ്യോ, എൻ്റെ മൂക്ക്, ഞാൻ ഇത് ആവർത്തിക്കില്ല. ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, എന്നാ മോള് വിട്ടോ. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഇത് പേഴ്സണലാ. ഇറങ്ങിപ്പോ. അല്ല, ഞാൻ വേണമെങ്കിൽ കുറച്ചേരം ഇവിടെ നിന്നിട്ട് പോകാം. ഇനി മോള് ഇവിടെ നിൽക്കണ്ട. ഇറങ്ങിപ്പോ. എന്തൊരു സാധനാടി നീ, ദുഷ്ടത്തി. ഞാൻ പോണം. എന്താണ്, എന്തേലും മൊഴിഞ്ഞാർന്നോ? അല്ല, എനിക്കൊരു കാര്യം കൂടി പറയണ്ടായിരുന്നു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണം ഒന്നും അമർത്തി കേട്ടാ. അത് പിന്നെ ഒരു കാര്യം കൂടി, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കഴിഞ്ഞില്ലേ നീ നിന്റെ എഡിറ്റർ കുറിച്ച് തമ്മിലുള്ള പരിപാടികൾ? പിന്നല്ല, മാരണത്തിന് ഞാൻ പറഞ്ഞേ. എന്നാ ഇനി നമുക്ക് കുറച്ച് റൊമാൻസ് ആവാം. എന്താ മോന്റെ പൂതി? വല്ലാത്ത പൂതിയാണല്ലോ. നിനക്ക് ഞാൻ പറഞ്ഞത് പിടിച്ചില്ലേ? പിടിക്കായൊന്നുമില്ല, എന്നാലും എന്തോ രീതി. അതുകൊണ്ട് എന്താണെന്നറിയോ, ആൻറ്റി സുമനെ അപ്പയും മമ്മയും എന്നോട് ഒരു ആവശ്യം പറഞ്ഞായിരുന്നു. അത് സാധിച്ചു കൊടുക്കണ്ടേ? എന്താണാവോ പുത്രനോട് പറഞ്ഞത്? കേക്കട്ടെ, ഞാനോട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ബാബേ. അവർക്ക് ഗ്രാൻഡ് പാരന്റ്സ് ആവണത്രേ. അപ്പൊ ഞാനും സഹായിച്ചു കൊടുക്കണ്ടേ? അപ്പൊ എങ്ങനെ ബാബേ, തുടങ്ങില്ലേ? അതിനെന്താ മിസ്റ്റർ, തുടങ്ങാലോ. ढूंढता था एक पल में दिल जिसे ये 100 दफा है सुहाना राज उस दिन रूठी शाम दिन खफा वो आए ना ले जाए ना उसकी यादें जो है यहाँ नाराज
रास्ता न कुछ पता, मैं उसको ढूंढूंगा अब कहाँ। मैं ढूंढने जो कभी जीने की वजह निकला, मैं